നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ തട്ടിക്കൂട്ട് ഫുഡീസ്. നമുക്കിന്ന് ശർക്കര വെച്ചിട്ട് ഇഞ്ചി മിഠായി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ പക്ഷേ ഇതിനെ പേരിട്ടിരിക്കുന്നത് ജിഞ്ചർ ലോലിപോപ്പ് എന്നാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയും ശർക്കരയുമാണ്. അപ്പോൾ 1/4 കപ്പ് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പിന്നെ 2 ശർക്കരയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കാം. 2 ഏലക്കായ ചതച്ചതും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ശർക്കര യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ഉരുക്കി കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒഴിക്കുകയാണ്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഇഞ്ചി അരച്ചതും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 1/4 കപ്പ് ഇഞ്ചിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അരച്ച് വെച്ച ഇഞ്ചി 1/4 കപ്പ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം വറ്റണ വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇത് പാകമായോ എന്നറിയാൻ വേണ്ടി നമുക്കൊരു ടെക്നിക്ക് ഉണ്ട്, അത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട്. നോർമൽ വാട്ടറാണത്. അതിലേക്ക് നമ്മളിത് ഇത്തിരി ഇട്ട് കൊടുത്തു. ഇത് അലിഞ്ഞ് ചേരാതെ നമുക്കത് കട്ടയായിട്ട് തന്നെ എടുക്കാൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പാകം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഇനി ഒരു പ്ലേറ്റിൽ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഇടാം. ഇനി ഇതൊന്ന് ലെവലാക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇതിനെ കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോ സ്റ്റിക്കിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ലോലിപോപ്പ് പോലെ വെക്കാം. അത്രയേ ഉള്ളൂ. സോ നമ്മുടെ ജിഞ്ചർ ലോലിപോപ്പ് അഥവാ ഇഞ്ചി മിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓൾസോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.